ആ ചെടി നല്ല ഉഷാറായിക്കണല്ലേ ആ കളറ് കടലാസ് ചെടി. ഒരു ദിവസത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നതെന്ന് കാണിക്കാം. 4 മണിയായി കഴിഞ്ഞാൽ മാമാന്റെ ഡ്യൂട്ടി ചെടി നനക്കുന്ന പണിയാണ്. ഹായ് ഗൈസ്, നമ്മൾ പുതിയ എടുക്കാൻ എല്ലാവർക്കും. അപ്പൊ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന വീഡിയോയില് മുടിയൊക്കെ ഒറ്റി ചുള്ളനായിക്കുന്നുണ്ടോ ലലിനോ? രസല്ലേ? ചെറുക്ക് പോയാന് പോയില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എന്താ ലീന പറഞ്ഞതാ? ഡേ ഇൻ മൈ ലൈഫ്. നല്ല അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് ഫോട്ടോ. അപ്പോൾ ഇരുന്ന് കാണണം എല്ലാവരും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ പോയേക്കാം. ആദ്യം കാണാൻ ആൾക്കാരാണെങ്കിൽ സൗണ്ട് പോയില്ലേ? മറ്റേ കുട്ടിക്ക് തീരെ വെയ്യ, സൗണ്ടൊക്കെ പോയി, വർത്താനം വരാനും വയ്ക്കണില്ല, ഒന്നിനും വയ്ക്കണില്ല. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ പോയേക്കാം. ലിനുവാ ചെടി ഇങ്ങനെ നനക്കാം, ചെടി നനച്ചിങ്ങനെ ഫുള്ളാക്കണം. ഇത് സാധാരണ മാമയെ നനക്കാറ്. ഞാൻ വന്നുകൊണ്ട് ഇപ്പൊ ഞാൻ പോവാനായില്ലേ, നമ്മക്കും നനച്ചു നോക്കാം. ഞാൻ നനക്കൊന്നുമില്ല, ഒക്കെ മാമയെ നനക്കില്ല. ഇത്രയ്ക്ക് ഇങ്ങനെ നനക്കുന്നുണ്ടാവേ മാമ. അപ്പുറത്തേക്ക് ചട്ടിന്റെ ഉള്ളിലേക്ക് വെള്ളാക്കാം. ചെടിന്റെ അരി നനക്കണം. ശരിക്കും ഇടക്ക് വെള്ളം കിട്ടണം. അങ്ങനത്തെ കണക്കല്ലേ ആകെ മറ്റേ തുപ്പി തരച്ചിരുന്നു. പിന്നെ അങ്ങനെ കാരണല്ലോ പിന്നെ അവ അങ്ങനെ ഓരോന്ന് ഫുള്ളാക്കണം. അറിയോ? അതൊക്കെ നനച്ചിട്ട് ആ 3 എണ്ണത്തിന്റെ അപ്പുറത്ത് നനക്ക്. അതിനതെ അവിടുന്ന് അങ്ങോട്ട് ആ പോയ ചട്ടിനെ മേർക്ക് വെള്ളാക്ക്. അതാ അരൂര് അവിടെ മേലെ നോക്കണേ. ചുമരുമ്പോ കയറിക്കണല്ലോ. അത് നല്ല ഭംഗിയുണ്ടല്ലേ? ചുമരുമ്പോ ആൾക്കാർ കയറി കുടിക്കണല്ലോ. ചൂടായിട്ടേ ഇലക്കൊക്കെ വെള്ളം കിട്ടണം. മഴക്കാലം പ്രശ്നമല്ലേ, വെള്ളം ശരിക്കും നനക്കണം. ഈ കണ്ട ചെടിയൊക്കെ നനക്കണമെങ്കിൽ ഒരു 500 ലിറ്റർ ടാങ്കിനോ പൊട്ടിയിരിക്കണം. നമ്മൾ ചെടി നനക്കുകയാണ്. ഇന്നത്തെ പണി വെച്ച് ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ദിവസത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നതെന്ന് കാണിക്കാം. ചെടി നനക്കുന്നു. അല്ലാതിപ്പോ നോമ്പോ ഇനിയിപ്പോ നനച്ചുള്ളി പണി തുടങ്ങാനായില്ലേ മാമ? നനച്ചുള്ളി കഴിഞ്ഞോടാ. കഴിഞ്ഞോ? എന്താ നനച്ചുള്ളി? 3 ആണ്ടിനെ കൊടുത്തു. നനച്ചുള്ളി പണി കഴിഞ്ഞു. 3 ആണ്ടിനെ ആണ്ടുണ്ടായില്ലേ? അന്ന് നനച്ചുള്ളി പണി കഴിഞ്ഞു. ഒരാഴ്ച ഫുള്ള്. സാധാരണ നനച്ചുള്ളിപ്പണി കഴിഞ്ഞ പ്രാവശ്യം നനച്ചുള്ളിപ്പണി ഞാൻ ഉഷാറ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം എടുക്കാൻ പറ്റിയില്ലേ? നമുക്ക് അടുത്ത ആശാപ്പ അടുത്ത നനച്ചുള്ളിയാണ് എടുക്കും. നമ്മൾ പൊളിയിൽ നനച്ചുള്ളിപ്പണി എടുക്കണം. ഫുള്ള് കഴിഞ്ഞില്ലേ? അപ്പൊ നനച്ചുള്ളിപ്പണി ബാക്കിയൊക്കെ കഴിഞ്ഞു. ആരൊക്കെ എല്ലാരും ഉണ്ടായിരുന്നോ? ആര്? കുഞ്ഞാമ്മയും സുബൈദമായി. നിങ്ങൾ 3-ാം പാടല്ലേ? 3 ആണ്ടേ പോരോ? ഒന്നൊന്ന് വീട്ടിൽ പിടിച്ചാല് ആ മരത്തിലോട്ട് എത്തും. ഈ മരത്തിന് എത്ര കിട്ടിയാ പോലെ അന്നമാനം വന്നു അടിയൊക്കെ എത്തണമെങ്കിൽ വെറുതെ നനച്ചു പോരാൻ പറ്റൂല. അതിനോ നീ നനക്കൊക്കെ ഇടക്കൽ പേരുത്ത് ചെടിയൊക്കെ നനച്ചൂടെ? അല്ലേ? ഒന്നിനും കഴിയൂല്ലേ? ഇല്ല വേറെ ഇങ്ങനെ നടക്കാനും എനിക്ക് ഒഴിവുള്ളൂ. ഉറങ്ങുക, TV കാണുക. ഞാൻ അങ്ങോട്ട് വേണ്ടേ? ഞാൻ അവിടുത്തെ ദിനോ അപ്പൊ ഇന്നത്തെ പരിപാടി അടിപൊളി ചെടികളൊക്കെ നടക്കും. വീട്ടിലെല്ലാ ചെടികളും നടക്കും. കൊണ്ട് കറക്റ്റ് ഓണാക്കി
കിളിക്കൂടൊന്നുമില്ലല്ലോ. കിളിക്കൂട് മോളമ്മേ ഇപ്പോഴുണ്ടോ? അല്ല അത് പോന്നല്ലോ. ഇല്ലല്ല, ഞാൻ രണ്ട് മുട്ട ഉണ്ട്, ചുവന്ന മുട്ട. കിളികളൊക്കെ ഇങ്ങനത്തെ ചെടിമാ നല്ല മുട്ട. ഇതെല്ലാം തൂർമയാണ്. നന്നായി നടക്കേ, പെരും വെയിലാണ്. ഉടായിപ്പോയിട്ടുണ്ട്. മൊത്തം പുല്ല് വെക്കണം ആദ്യം. അതായത് പുല്ല് വെച്ചാൽ നല്ല രസമാണ്. പണ്ട് ഇവിടെ പൂച്ച പ്രസിദ്ധിച്ചാണ്. പാമ്പാവുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണ്ട് ഇടക്കിടക്ക് ക്ലീനാക്കുമ്പോ. അവിടെ തൂർന്നിട്ടേ എവിടെ അടുക്കണ്ട മുന്നിൽ ആ ഭാഗത്ത് അവിടെ നല്ല തൂർന്നിട്ട് ചെടികൾ നിറഞ്ഞിക്കണത്. പച്ച ഉണങ്ങിക്കണല്ലോ. വെയിലിന്റെ ഒക്കെ വെയിൽ രാവിലെ തൊട്ട് അവിടെ അവിടെ ഇതൊക്കെ പണ്ട് ചട്ടിയില് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്ര കാലം ചട്ടിയിടേനു. കൊറേ ചട്ടിനൊക്കെ ഇവിടെ നനഞ്ഞിട്ടല്ല ടാശി അരൂല് കാണിച്ചിട്ട് ശരിക്കും നനയുന്നില്ല. ഉടായ്പല്ലേ. പാമ്പുണ്ടെങ്കിൽ പേടിയുണ്ട്. കാരാണ്ട് ചാടി കളി അടുത്ത് കിട്ടോ. അവിടുത്തെ വെക്കൂല ആ ചാടി പൊട്ടി. വെച്ചില്ലേ നിജ് എത്ര സ്കൂളിൽ പഠിക്കണേ? 6-ലോ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? അൽഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കണേ. ഇത് നല്ല പഠിച്ചു പറഞ്ഞേക്കാം. ഇപ്പത്തെ ലാസ്റ്റ് എക്സാമിലൊക്കെ ഫുൾ മാർക്ക് കിട്ടിയോ? ഏതൊക്കെ കിട്ടാത്ത ഏതാ? ഈ കാര്യം പറ. ഫുൾ മാർക്ക് ഉണ്ടല്ലേ എല്ലാത്തിലും? ഗൈസ്, മാമ നനക്കുന്നു. ഇതുവരെ ഞാൻ നനച്ചു. ഇനി അടുത്ത മാമ പിന്നെ നനക്കാൻ ഉഷാറാ. പൊടാട് നനക്ക് മൊത്തം നനക്കാണ്ട്. ആ ചെടി നല്ല ഉഷാറായിക്കണല്ലേ? ആ കളറ് കടലാസ് ചെടി ഓറഞ്ച് നല്ല രസം. പുറത്ത് നല്ല ക്ലിയർ ഉണ്ട്. ഞാൻ എന്നാലും അവിടെ നിന്ന് റോട്ടിൽ നിന്ന് കണ്ടു. എവിടെ നാരങ്ങ? ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ നാരങ്ങ ഉണ്ടായിരിക്കുന്നു. ഗായ്സ്, നാരങ്ങ അതവിടെ നിർത്താൻ രസം ഉണ്ടാവുള്ളൂ. ഇവിടെ കിട്ടൂലേ? ചെറുതായിട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഉഷാറായി വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു റംബൂട്ടാൻ്റെ മരം ഉണ്ടായിരുന്നു. ആ സെഫി അത് ഇവിടെ താഴെ മാന്തിയിട്ട് അതെ ഒക്കെ ഒഴിവാക്കി. ഇവിടെ നല്ലൊരു റംബൂട്ടാൻ്റെ മരം ഉണ്ടായിരുന്നു. ഇങ്ങോട്ടും ഇവിടെ വീതി കൂട്ടിയപ്പോഴേ ഒഴിവാക്കി. ഓയ് അവിടെ കുളിയുണ്ടോ? ഞങ്ങൾ കടലാസിൻ ചെടി. വാവ്. ഇനിയോ കടലാസിൻ ചെടിനെ കുറിച്ച് എന്താ എനിക്ക് അഭിപ്രായം പറയല്ലേ? പൂച്ചനെ നാളെ ഇറക്കഞ്ഞ്. പൂച്ചനെ ഇന്നലെ ഞാൻ ഇറക്കിനല്ലേ ഞാന്. നാളെ കുളിപ്പിച്ച. അല്ല മാമ, ഇന്ന് കഴിയോ നിങ്ങളെ ചെടി അനക്കല്? 4 മണിയായി കഴിഞ്ഞാൽ മാമാന്റെ ഡ്യൂട്ടി ചെടി അനക്കണ പണിയാണ്. എപ്പോ? ഒരു 6 മണി 5:30 ശേഷമുള്ളൂ ഇപ്പോൾ വെയിലൊക്കെ കുറയണത്. ഓക്കെ, ചെടികളൊക്കെ നനച്ചു കേട്ടോ. ഫ്രണ്ടത്തെ ഫുള്ള് നനച്ച്. ഇത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടെ നമ്മൾ ചെയ്യണ പരിപാടി അത്. ചെടികൾ ഇനിയും വേണം. കണ്ടമാനം ചെടി വേണം. ഇവിടെയൊക്കെ ചെടി വെക്കണം. ഇവിടെ ചെടി വെക്കണം, ഇവിടെ ചെടി വെക്കണം, അവിടെ ഇനി പുല്ല് വെക്കണം. കുറേ പരിപാടികളുണ്ട്. ഒക്കെ ചെയ്യും ഞങ്ങൾ. ഗൈസ്, വീട് ഹോം. ദിസ് മൈ ഹോം. വീട് അതിനുണ്ട്, അടിപൊളിയല്ലേ വീട്. ആ ജനൽ തുറന്നിട്ടുണ്ടെന്നേരോ രാത്രി കിടക്കുമ്പോൾ തുറന്നു. AC ഇല്ല. AC വെക്കണം. ഇപ്പം ഇതിൽ ACൻ്റെ ചെറിയൊരു കുറവുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നല്ല പുറത്തത്തെ നല്ല പ്രകൃതി കാറ്റുകൾ കിട്ടും നമുക്ക്. അടിപൊളി കാറ്റ്. കുഞ്ഞാൻ്റെ കുറച്ച് ചെടികളുണ്ട്. കുഞ്ഞാൻ്റെ ചെടികൾ ഇതാണ്. സപ്പോർട്ട് ഇതാക്കണ്. മാമ ഇവിടെ ഉണ്ട്. മുട്ടിട്ട് വിരിഞ്ഞില്ലേ ഗൈസ്? കിളി ഇതാക്കണ്. കിളി കിടക്കുന്നു.
കുഞ്ഞാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് പുതിയ ബംബേഴ്സ് ഒന്ന് അവിടെ കൂട്ടിയിരുന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് സപ്പോർട്ടിന് വരെ കണ്ടമാനം സപ്പോർട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് സൈസായി കഴിഞ്ഞ് ഞങ്ങൾ പറിക്കും, എന്നിട്ട് ഞങ്ങൾ അരിയിൽ പൂത്തും. കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർ വന്ന് കൊണ്ടുപോയി. മാമ കഴിഞ്ഞ പ്രാവശ്യം ആരാ വന്ന് കൊണ്ടുപോയില്ല സപ്പോർട്ടാ? കുറേ ആൾക്കാരൊന്നും കൊണ്ടുപോയില്ലേ? ആര്? എത്തിയിട്ടാ കൊണ്ടുപോയത്? നിപ്പ വൈറസോ? കുറെ ഉണ്ടായിരുന്നു, കണ്ടമാനം ഉണ്ടായിരുന്നു അതിലേ. അതുകൊണ്ടാണ് തോന്നുന്നല്ലേ. മാമ ചെടി നനക്കട്ടെ. ചെടിയോട് നനയണില്ലല്ലോ. വാവ്, അതെ അതെ, കള്ളന്മാർ ഇതിനുവേണ്ടി ശ്രദ്ധിച്ചോളിയും. CCTV ഉണ്ട് ഇവിടെ. നേരെ പോവാം, അവിടെ ഉണ്ട് CCTV എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ്ട് കുറേ ഉപകാരങ്ങളുണ്ട്. കള്ളന്മാരെ പൊക്കാം. ഇവിടെ ഏത് ടൈമിൽ ആര് വന്നാലും ഞങ്ങൾ പൊക്കും. ഇതിൽ 10 മണിക്ക് ശേഷം കള്ളന്മാർ കയറി കഴിഞ്ഞാൽ ആലോചിച്ചോളിയും സെൻസർ അടിക്കും കേട്ടോ. ഹായ് ക്യാമറമാൻ, അല്ല ഹായ് ക്യാമറ, ഹായ് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ ഒക്കെ കണ്ടില്ല നിങ്ങൾ? അതിനോട് ഇഷ്ടപ്പെട്ടോ? ഇടയ്ക്കിടയ്ക്ക് ചെറിയ വ്ളോഗായിട്ടൊക്കെ നമ്മളിങ്ങനെ വരും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരണ്ട്. ഓക്കെ, ബൈ.